ഇപ്പോഴും വോട്ടെണ്ണൽ പലരും തുടരണം വിജയമാകും എത്ര മുതൽ തുടരാൻ ചാൻസ് ഉണ്ട്? അത് ഒരു തരത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് അവസാന റൗണ്ട്, ആറ്റിങ്ങലും അവസാന റൗണ്ടിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് 13,000 കടന്നിട്ടുണ്ട് തരൂരിന്റെ ഭൂരിപക്ഷം, 13,666 ആയിട്ടുണ്ട് ശശി തരൂരിന്റെ ഭൂരിപക്ഷം. പൊന്നാനിയിൽ UDFന്റെ വലിയ ഭൂരിപക്ഷമാണ്, ഏതാണ്ട് 2019 മുകളിൽ 1,94,229 അവിടെ ഭൂരിപക്ഷം കുറയും എന്നൊക്കെ എല്ലാവരും കട്ടായം പറഞ്ഞതാണ്. 2019 1,93,273 ഉള്ളൂ, അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. എറണാകുളത്ത് UDFന്റെ ലീഡ് 2 ലക്ഷം കടന്നു, 2,38,000. എന്തൊരു ലീഡാ, 2,38,887. രാഹുൽ ഗാന്ധിയുടെ ലീഡ് 3,19,939. VK ശ്രീകണ്ഠൻ ഏതാണ്ട് ജയത്തോട് അടുത്തിട്ടുണ്ട്. ആന്റണിയുടെ ലീഡ് 3,39,439. അതുപോലെ ആന്ധ്രാപ്രദേശ് ജഗൻമോഹൻ റെഡ്ഡി ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും. പുതിയ സർക്കാർ രൂപീകരിക്കാൻ ചന്ദ്രബാബു നായിഡു. ജഗൻമോഹൻ റെഡ്ഡി വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുകയും സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല, എന്ന് പറഞ്ഞാൽ അവിടെ പന്തലിട്ട് പോലുള്ള കലാപരിപാടി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അവരുടെ പ്രതികരിച്ചത് ജഗൻമോഹൻ റെഡ്ഡി ഒന്നുമല്ല, അവരുടെ പാർട്ടിയുടെ ഒരു നേതാവാണ്. അപ്പോ ജഗൻമോഹൻ റെഡ്ഡിക്ക് കൈയഴിയത് പാർട്ടി തീരുമാനമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യം എന്നൊക്കെ പറയാം. പക്ഷേ നാണക്കേട, ഇതിപ്പോ 25-26 സീറ്റേ ഉള്ളൂ ജഗൻ അവിടെ, ബാക്കി മുഴുവൻ പോയി. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ 3 പതിറ്റാണ്ട് അല്ലെ 1 പതിറ്റാണ്ടിൽ അധികമായി അധികാരത്തിന് പുറത്താണ്, പുറത്തു നിൽക്കുക തിരിച്ചുവരവില്ല എന്ന് കരുതിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല കൊടിയ അഴിമതി ആരോപണങ്ങളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആയിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള ഇഡിയോ ആരും ഉപദ്രവിക്കാത്ത ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോ അത് ഈ പറഞ്ഞ BJP ഒരുപാട് കേസുകൾ, പക്ഷെ എവിടെയും ആരും ജഗനെ തൊടില്ല. അതിപ്പോ ഈ പറയുന്ന എന്താണ് BJP നീക്കുപോക്കൊക്കെയാണെന്നുള്ള കാര്യമായ ആരോപണം ഉയർന്നതാണ്. എന്തായാലും ജഗനെ ജനങ്ങൾക്കും അടുക്കുന്നു. TDPയുടെ പ്രഖ്യാപനങ്ങൾ, മാനിഫെസ്റ്റോ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. എന്തായാലും ആന്ധ്രയിൽ TDPയുമായി ഉണ്ടാക്കുന്ന സഖ്യം ഇപ്പോൾ അവിടെ BJPക്ക് 1% താഴെ മാത്രമാണ് വോട്ട് ഷെയർ, 0.1 അവിടെ BJPയുടെ വോട്ട് ഷെയർ. പക്ഷേ TDPയുമായുള്ള സഖ്യം അവിടെ BJP ഗുണകരമാകുമെന്ന് കരുതണം. TDPയുമായി അടക്കം കോൺഗ്രസിലെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ചർച്ച നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ തുടർ നീക്കങ്ങൾ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ നിലയിലാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJP സർക്കാർ രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ചേക്കാം. ഏറ്റവും വലിയ മുന്നണി എന്ന നിലയിൽ അവർ ക്ലെയിം ചെയ്തേക്കാം. ഈ മുന്നണി എന്നാണ് അറിയേണ്ടത്. 2014-19 പോലെ ഈ രാഹുൽ അഖിലേഷ് ചർച്ച എന്ന് പറയുന്നതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണിക്കാൻ ഒന്നല്ല. പവർഫുൾ പ്രതിപക്ഷത്തിന്റെ 2 നേതാക്കളിൽ നിന്ന് ചർച്ച നടത്തുകയാണ്. രാഹുലും അഖിലേഷും തേജസ്വിയും ഒക്കെ നാടിന്റെ പുതിയ ഇന്ത്യയുടെ എമർജിംഗ് നേതാക്കളായി വന്ന തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് തേജസ്വിയും അഖിലേഷ് യാദവും. പ്രത്യേകിച്ച് തേജസ്വി 34 വയസ്സുകാരൻ ബീഹാറിൽ നടത്തിയ അത്ഭുതങ്ങൾ. ബീഹാറിൽ കേവലം 34 വയസ്സുള്ള തേജസ്വി യാദവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ മുതൽ അദ്ദേഹത്തിന് യാത്ര തുടങ്ങിയതാണ്. ആ യാത്ര തുടങ്ങി ഓരോരോ മേഖലകൾ കൂടി സഞ്ചരിച്ച് 10,000ങ്ങളെ കണ്ട് അങ്ങനെ ജനപിന്തുണ കൂട്ടിക്കൂട്ടി ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് തടിച്ചുകൂടിയത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവിടെ അദ്ദേഹം നരേന്ദ്രമോദിയുടെ പ്രസംഗം വെക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേൾപ്പിക്കുന്നു. ഇത് നടന്നോ, ഇത്രയും ജോലി കിട്ടിയോ, ഇത്രയും തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയോ, ഇത്രയും ഡീസൽ വില കുറഞ്ഞോ, ഇത്രയും കള്ളപ്പണം തിരികെ എത്തിച്ച് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ജനങ്ങൾ ഇല്ല എന്ന മറുപടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ തേജസ്വി ഇന്ത്യയുടെ ബീഹാറിന് എമർജിംഗ് നേതാവാകുന്നു, അഖിലേഷ് UPയുടെ ഇന്ത്യയുടെ എമർജിംഗ് നേതാവാകുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എമർജിംഗ് നേതാവാകുന്നു. രാജ്യത്തിന് ആര് ഭരിച്ചാലും കരുത്തുറ്റൊരു പ്രതിപക്ഷമുണ്ട് എന്ന് ജനാധിപത്യത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ വരുന്നുണ്ട് ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടം എന്ന് പണ്ടൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെ. എന്തായാലും ജനാധിപത്യത്തിന് തീർത്തും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ഫലം തന്നെയാണെന്ന് നിസ്സംശയം 100% പറയാം. ഇനി ആരും ഭരിച്ചോടെ എന്തായാലും NDA 289 ലീഡ് 1 ലക്ഷം കടന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. വടകരയിൽ 1 ലക്ഷം കടന്നിട്ടുണ്ട് ഷാഫിയുടെ ലീഡ്. ഇവിടെ കാസർഗോഡ് വോട്ടെണ്ണൽ 9 റൗണ്ട് കഴിഞ്ഞു. UDFന്റെ മുന്നേറ്റമുണ്ട്. ആന്റണിയുടെ ലീഡ് 40,000 കടന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് പത്തനംതിട്ടയിൽ UDF നടത്തുന്നത്. അവിടെ വയനാട്ടിൽ 3,24,320 രാഹുൽ ഗാന്ധിയുടെ ലീഡ്. അതുപോലെ ഇതൊരു വേറൊരു പൊളിറ്റിക്കൽ ഒരു വർത്തമാനം ഇപ്പോഴുള്ളത്. കൺവീനറുടെ പടമില്ലാതെ, KPCC ആസ്ഥാനത്ത് UDF കൺവീനറുടെ ഫോട്ടോ ഇല്ലാതെ, വിജയശില്പികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ തുടങ്ങിയപ്പോൾ മുതൽ ചെറിയ ഭൂരിപക്ഷമാണ്. ഇപ്പോൾ ആ ലീഡ് കുറഞ്ഞ് 912 എത്തുകയാണ്. അത് ജോയി ആണോ മുരളീധരനാണോ എന്ന കാര്യത്തിൽ പോലും
അല്ല, ജോയിയാണ് സംശയം രണ്ടാമത്. ജോയി- ആണോ? ജോ- എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തമ്മിൽ അല്പ വോട്ട് വ്യത്യാസമുള്ളൂ. വി മുരളീധരൻ അവിടെ ജോയി ആവട്ടെ, ഇവരൊക്കെ തമ്മിൽ വലിയ വോട്ടുകൾ ഡിഫറൻസ് ഇല്ല. അപ്പോൾ എന്തും സംഭവിക്കാൻ ആറ്റിങ്ങലിന് അവസ്ഥയുണ്ട്. എന്തായാലും കേരളത്തിലെ ഒരു ഡൺ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിന് പ്രധാന കാരണം ആറ്റിങ്ങലാണ്. തിരുവനന്തപുരത്ത് ഇനിയിപ്പോ തരൂരിന് ഭീഷണി ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ഉണ്ടാവോ? അപ്പോ 14,000 ഭീഷണി ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ച് ബൂത്തുകളെ മാത്രമേ ബാക്കിയുള്ളൂ. അത് തരൂരിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളാണ്. ഒന്നും സംഭവിക്കാൻ വഴിയില്ല. എന്തായാലും 912 എന്താണ് വീണ്ടും ലീഡായി അല്ലേ? അടൂർ പ്രകാശ് വീണ്ടും ലീഡ് 667. വീണ്ടും കുറഞ്ഞു. 912-ൽ 667 കുറഞ്ഞു. സുരേഷ് ഗോപി ഇപ്പോൾ തിരുവനന്തപുരത്തെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന സൂചന വന്നിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കാരണം അദ്ദേഹം കേരളത്തിൽ NDAക്ക് അല്ലേ അക്കൗണ്ട് തുറന്നിരിക്കുന്ന കാര്യം ഇനി വലിയ മാറ്റം വരുമോ? ഒരു ശ്രദ്ധാകേന്ദ്രമാവുകയാണ് സുരേഷ് ഗോപി. രാജ്ഭവൻ ചോദിച്ചു ഇവിടെ BJP അക്കൗണ്ട് തുറന്നു. ആരക്കൗണ്ട് തുറന്നു? BJP. ഇവിടെ സുരേന്ദ്രൻ കേസ് ജയിച്ചില്ല, വി മുരളീധരൻ ജയിച്ചില്ല, ശോഭാ സുരേന്ദ്രൻ ജയിച്ചില്ല. പിന്നെ സുരേഷ് ഗോപി ജയിച്ചത് BJP-കാരനായോണ്ട് അവർ നറേഷൻ അതായിരിക്കും. എന്നാൽ സുരേഷ് ഗോപി ജയിക്കുന്നത് BJP-കാരനായോണ്ട് ജയിക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ച ആളാണ്. അത് BJP-യുടെ അക്കൗണ്ടിൽ കൂട്ടേണ്ടതില്ല എന്നാണ് രാജ്മോഹൻ പറഞ്ഞത്. അതൊന്നും പറയാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.